വിവാദങ്ങൾക്കൊടുവിൽ സുരേഷ് ഗോപി ചിത്രം ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള തിയേറ്ററുകളിലെത്തി. തീപ്പൊരി ഡയലോഗുകളും ആക്ഷൻ രംഗങ്ങളുമായി ഒരു കംപ്ലീറ്റ് സുരേഷ് ഗോപി ചിത്രം എന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത്. കോർട്ട് റൂം ഡ്രാമയായി കഥ പറയുന്ന ചിത്രം വളരെ ശക്തവും പ്രശസ്തവുമായ ഒരു വിഷയമാണ് ചർച്ച ചെയ്യുന്നതെന്ന് പ്രേക്ഷകർ പറയുന്നു. പ്രേക്ഷകരിൽ ഉദ്യോഗം നിറയ്ക്കുന്ന കോടതി രംഗങ്ങൾക്കൊപ്പം ഇൻവെസ്റ്റിഗേഷൻ നൽകുന്ന ത്രില്ലർ രംഗങ്ങളും ചിത്രത്തിലുണ്ട്. മാസ് രംഗങ്ങൾ കൂടാതെ വൈകാരിക നിമിഷങ്ങളും ഈ കോർട്ട് റൂം ത്രില്ലറിന്റെ കഥാഗതിയിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നുണ്ട്. അനുപമ പരമേശ്വരൻ, സുരേഷ് ഗോപി എന്നിവരുടെ തകർപ്പൻ പെർഫോമൻസാണ് സിനിമയുടെ പ്രധാന ഹൈലൈറ്റ്. സെൻസർ ബോർഡിന്റെ അനാവശ്യമായ ഇടപെടലുകൾ സിനിമയെ ഒട്ടും ബാധിച്ചിട്ടില്ലെന്നും കണ്ടിറങ്ങുന്നവർ അഭിപ്രായപ്പെടുന്നു. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി പതിപ്പുകളാണ് ഒന്നിച്ചാണ് തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത്. സെൻസർ ബോർഡിൽ നിന്ന് സിനിമയ്ക്ക് UA 60+ സർട്ടിഫിക്കറ്റാണ് ലഭിച്ചത്. 7 ഭാഗങ്ങളിൽ ജാനകി എന്ന പേര് സിനിമയിൽ നിന്ന് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പുതിയ പകർപ്പിൽ 8 മാറ്റങ്ങളാണ് വരുത്തിയിട്ടുള്ളത്. ടൈറ്റിൽ നടി അനുപമയുടെ കഥാപാത്രത്തിന്റെ പേര് ജാനകി വി എന്ന് ചേർത്തുകൊണ്ടാണ് പുതിയ പതിപ്പ് പുറത്തിറക്കിയത്. 2.5 മിനിറ്റിനിടെ 7 ഭാഗങ്ങളിലാണ് മ്യൂട്ട് ചെയ്തിട്ടുള്ളത്. കൂടാതെ ജാനകി വി എന്ന ചിത്രത്തിന്റെ സബ് ടൈറ്റിലും മാറ്റിയിട്ടുണ്ട്. ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തിന്റെ പേര് ജാനകി എന്ന് ഉപയോഗിക്കുന്നതിന് പകരം കഥാപാത്രത്തിന്റെ മുഴുവൻ പേരായ ജാനകി വിദ്യാധരൻ എന്നോ ജാനകി വി എന്നോ ഉപയോഗിക്കണം എന്നായിരുന്നു സെൻസർ ബോർഡ് നിർദ്ദേശിച്ചത്.